നമ്മൾ ഇനി പോകുന്നത് തായ്ലൻഡിലേക്കാണ്. നമുക്കറിയാം വിനോദസഞ്ചാരത്തിനൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും പോലും ആളുകൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് തായ്ലൻഡ്. വളരെ സുന്ദരമായ സഞ്ചാരികളുടെ പ്രിയ ഇടമാണ് തായ്ലൻഡ്. ആ തായ്ലൻഡിന്റെ ഇപ്പോഴത്തെ കാഴ്ചകൾ ഏവരുടെയും മനസ്സിനെ ഒന്ന് പിടിച്ചു കുലുക്കുന്ന കാഴ്ചകളാണ്. 300 വർഷത്തിനിടയിലെ വളരെ ശക്തമായ മഴയാണ് തായ്ലൻഡ് അനുഭവിക്കുന്നത്. അത്രമാത്രം വെള്ളപ്പൊക്കവും ദുരിതവും തായ്ലൻഡിലെ മനുഷ്യർ അനുഭവിക്കുകയാണ്. ഏതാണ്ട് 10ഓളം പ്രവിശ്യകൾ വെള്ളത്തിനടിയിൽ മുങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ തായ്ലൻഡിന്റെ മിക്ക ഭാഗങ്ങളിലും ഉള്ളത്. 33 പേരുടെ മരണം ഇതിനോടകം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. വലിയ വെള്ളപ്പൊക്ക കെടുതിയിലൂടെയാണ് തായ്ലൻഡ് കടന്നു പോകുന്നത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 പ്രവിശ്യകളെ തന്നെ ഇത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. തെക്കൻ മേഖലയായ ഹാറ്റിയായി പൂർണ്ണമായും മുങ്ങിയ സാഹചര്യമാണ്. ഏതാണ്ട് 300 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ മഴയാണ് മലേഷ്യൻ അതിർത്തിയോട് ചേർന്നിട്ടുള്ള ഇവിടെ ഉണ്ടായിട്ടുള്ളത്. വീടുകളും വാഹനങ്ങളും ഒക്കെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു. പാതിയോളം മുങ്ങിയ കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ മനുഷ്യർ അഭയം തേടുന്ന കാഴ്ചകളൊക്കെയാണ് അവിടെ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. 33 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ മരണസംഖ്യ ഇനിയും കൂടാനുള്ള സാഹചര്യങ്ങളാണ് അവിടെ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ നൽകുന്നത്. വൈദ്യുതി പോസ്റ്റുകളിൽ വരെ വലിഞ്ഞു കയറി രക്ഷപ്പെടാൻ ആളുകൾ സഹായം തേടുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 335 മില്ലിമീറ്റർ മഴ ഒരൊറ്റ ദിവസം മാത്രം അവിടെ പെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഏതാണ്ട് 2 ദശലക്ഷത്തിലേറെ ആളുകൾ വെള്ളപ്പൊക്കം അവരുടെ ജീവിതത്തെ വെള്ളപ്പൊക്കം സാരമായി ബാധിച്ചു എന്ന വിവരമാണ് വരുന്നത്. 13,000 പേരാണ് ഇതിനോടകം ഷെൽട്ടറുകളിലേക്കും മറ്റും മാറി താമസിച്ചിട്ടുള്ളത്. വലിയ ഭൂരിപക്ഷം ആളുകൾക്കും ഇപ്പോഴും സഹായമൊന്നും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ ഒറ്റപ്പെട്ട ഇടങ്ങളിലായി കഴിയുന്നു എന്ന വിവരങ്ങളുണ്ട്. ബോട്ടുകളും വിമാനങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തകർ ആളുകളിലേക്ക് എത്താനുള്ള സാഹചര്യമാണ് കാണിക്കുന്നത്. എയർക്രാഫ്റ്റുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം മനുഷ്യരിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. ഈ പല ഏജൻസികളോടും സഹായം അഭ്യർത്ഥിക്കുകയാണ് തായ്ലൻഡ്. ഇപ്പോൾ രക്ഷാപ്രവർത്തന മേഖലയിലേക്ക് ഉള്ള എൻജിഒകളെയൊക്കെ ഈ സഹായത്തിനായി സമീപിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. സോങ്ലെ ഉൾപ്പെടെയുള്ള മേഖലകളെ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം സ്പോട്ടുകൾ പോലും ദുരന്തബാധിത മേഖലകളായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം സമീപ രാജ്യങ്ങളായ വിയറ്റ്നാമും ഒക്കെ വലിയ മഴക്കെടുതി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മാസങ്ങളെന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ വലിയ രീതിയിലുള്ള മഴ പെയ്യുന്ന സമയമാണ്. എപ്പോഴും ആ രീതിയിലുള്ള മഴക്കെടുതികൾ ആ മേഖലയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഏതാണ്ട് 19,000 പേര് മലേഷ്യയിൽ സ്വന്തം വീടുകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വിയറ്റ്നാമിൽ 98 പേർ മരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നത് ഓർക്കണം. ഇന്തോനേഷ്യയിൽ 19 പേർ മഴക്കെടുതിയിൽ മരിച്ച സാഹചര്യമുണ്ട്. അങ്ങനെ ഈ നാടുകളിൽ, ഈ രാഷ്ട്രങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള കെടുതിയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അത് തായ്ലൻഡിൽ ഇപ്പോൾ വലിയ രീതിയിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. ഈ തായ്ലൻഡിലെ ഇപ്പോഴത്തെ ഈ അവസ്ഥ അവിടുത്തെ ടൂറിസം മേഖലയെയും പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യമാണ്. സോങ്ലിയിലെ ടൂറിസം വരുമാനത്തിൽ മാത്രം 8.5% കുറവ് ഉണ്ടാകും എന്നതാണ് വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യം. നവംബർ 19 മുതൽ ഈ മഴ ആരംഭിച്ചിരുന്നു. നവംബർ 19 തുടങ്ങിയ മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ മഴ, ഒരു പ്രദേശത്ത് അതിശക്തമായ മഴ. നമുക്കറിയാം, നമ്മൾ ഇത്തരം മഴക്കെടുതികൾ നേരിട്ടിട്ടുള്ളവരാണ്. ഏതാണ്ട് സമാനമായ നിലയിലുള്ള സാഹചര്യം തായ്ലൻഡ്, അതിൻ്റെ ഒരു വലിയ പ്രദേശം, ഏതാണ്ട് 10ഓളം പ്രവിശ്യകൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ടൂറിസ്റ്റുകൾക്ക് മറ്റും ആയി ക്രൈസിസ് സെന്ററുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നിരവധി ടൂറിസ്റ്റുകൾ ഇപ്പോൾ അവിടെ ഉള്ളവർക്കൊക്കെ പ്രത്യേക സഹായം എന്ന നിലയിലാണ് അവർ ക്രൈസിസ് സെന്ററുകൾ ആരംഭിച്ചിരിക്കുന്നത്. ടൂറിസം അതോറിറ്റി ഓഫ് തായ്ലൻഡ് ആണ് ഇതിൻ്റെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വിട്ടിട്ടുള്ളത്. സതേൺ മേഖലയ്ക്കാകെ, ടൂറിസം മേഖലയിൽ വലിയ നഷ്ടം ഈ മഴക്കെടുതി മൂലം ഉണ്ടാകും എന്നതാണ് അവരുടെ വിലയിരുത്തൽ. അപ്പോൾ നേരത്തെ തന്നെ 2025 തായ്ലൻഡിനെ സംബന്ധിച്ച് ടൂറിസം മേഖലയ്ക്ക് അത്ര നല്ല വർഷമായിരുന്നില്ല. കുറച്ച് നഷ്ടമൊക്കെ നേരിട്ട വർഷമായിരുന്നു. ജനുവരി 1 മുതൽ നവംബർ 23 വരെയുള്ള സമയത്ത് തന്നെ ഏതാണ്ട് 7% ഇടിവാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ രേഖപ്പെടുത്തിയിരുന്നത്. അവിടെയാണ് ഇപ്പോൾ വലിയ തിരിച്ചടിയായി ഒരു മഴ കൂടി വന്ന് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് വലിയ രീതിയിലുള്ള
നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യിപ്പിക്കുന്നു. ജനങ്ങളുടെ 33 പേരുടെ മരണം ഇതിനോടകം സ്ഥിരീകരിച്ച ഒരു സാഹചര്യം. അത് ഇനിയും കൂടുതൽ പേർ പെട്ടിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവരങ്ങൾ അവിടെ നിന്ന് പുറത്തു വരാം എന്നൊരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നേരം വൈകുന്നേരം ഇന്നിവിടെ പൂർണ്ണമാകുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. നമസ്കാരം.